മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ് ടു ഓൾ. ഇന്ന് നമ്മളിവിടെ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പഠിക്കണം. പക്ഷേ നമുക്ക് ഇംഗ്ലീഷ് അറിയാം, ഇംഗ്ലീഷിൽ വാക്കുകളുടെ അർത്ഥം അറിയാം, ഇംഗ്ലീഷിലെ മിക്കവാറും തന്നെ ഉള്ള വാക്കുകളുടെ അർത്ഥം അറിയാം. അത് സെപ്പറേറ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മീനിങ് അറിയാം. പക്ഷേ നമ്മൾ അത് കൂട്ടിച്ചേർത്ത് സംസാരിക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നില്ല, ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ സാധിക്കുന്നില്ല. അതിനെവിടെ നമുക്ക് പിഴവ് സംഭവിക്കുന്നു എന്നത് നമ്മൾ കണ്ടുപിടിച്ചാൽ അവിടെ നമ്മൾ ജയിച്ചു. അവിടെയാണ് നമ്മുടെ ഈ തോൽവിയെ നമ്മൾ നേരിടുവാൻ പോകുന്നത്. മലയാളത്തിൽ സംസാരിക്കാൻ അറിയാവുന്ന നമുക്ക് എന്തുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുന്നില്ല? കാരണം മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ എന്നു വേണ്ട എത്ര തരം അക്ഷരങ്ങൾ നമ്മൾ പഠിക്കുന്നു. പക്ഷേ 26 അക്ഷരങ്ങൾ കൊണ്ട് മാത്രം, അതിനകത്ത് സ്വരാക്ഷരങ്ങളുണ്ട്, വ്യഞ്ജനാക്ഷരങ്ങളുണ്ട്, കൂട്ടക്ഷരങ്ങളുണ്ട്, ചില്ലക്ഷരങ്ങളുണ്ട്. ഇതെല്ലാം കൊണ്ട് 26 അക്ഷരങ്ങൾ കൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതെന്തുകൊണ്ട് എന്നതിന് നമുക്ക് ഒരു ചെറിയ ഒരു അവലോകനം ഒന്ന് നടത്തി നോക്കിയാലോ? കാരണം നമുക്ക് എവിടെ പിഴവ് പറ്റുന്നു എന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് എവിടെയാണ്, എന്താണ് നമ്മളെ കൊണ്ട് സാധിക്കാതെ പോകുന്നത്, എങ്ങനെ നമുക്കത് സാധിച്ചെടുക്കുവാൻ സാധിക്കും എന്ന് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നമുക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ ശ്രമിക്കാം. നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ? കം, ലെറ്റ്സ് ഗോ ടുഗദർ ആൻഡ് ട്രൈ ടുഗദർ ആൻഡ് we will win at last. I am sure about that. You can look at this board. ഫോർ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. ഫോർ എന്ന് പറഞ്ഞാൽ വേണ്ടി. ഹൂ എന്ന് പറഞ്ഞാലോ ആര്. ഇന്നലെ ഹും എന്ന് പറഞ്ഞാൽ ആർക്ക്. അങ്ങനെയാണെങ്കിൽ ഈ ഫോർ ഹും എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടി. ഈ ഫോർ ഹും ചേർത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാം. ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇത് വാങ്ങിയത് എന്ന് ചോദിക്കണം. എങ്ങനെ ചോദിക്കും? ഈ ഫോർ ഹുമ്മേ തന്നെ തുടങ്ങുക. ഫോർ ഹും ഡിഡ് യു ബൈ ഇറ്റ്? ഫോർ ഹും ഡിഡ് യു ബൈ ഇറ്റ് എന്ന് ചോദിച്ചാൽ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇത് വാങ്ങിയത്. അതുപോലെ തന്നെ ഈ ഫോർ ഹും, ഈ ബൈ എന്ന ഒരു വെർബ് മാറ്റിയാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാൻ സാധിക്കും. ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇത് വാങ്ങിയത് എന്നുള്ള വാക്കിന് പകരമായിട്ട് ഫോർ ഹും ഡിഡ് യു റൈറ്റ്? ഫോർ ഹും ഡിഡ് യു സ്റ്റഡി? നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്? നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് എഴുതുന്നത്? അല്ല, എഴുതിയത്. ഡിഡ്, അന്നേരം എഴുതിയത്. അങ്ങനെ നമുക്ക് ഇത് ഓരോ വാക്കുകളും നമ്മളിത് ഈ ഒരൊറ്റ ആർക്ക് വേണ്ടിയാണ്, ഫോർ ഹും എന്ന വാക്ക് മാത്രം നമ്മൾ ചേർത്താൽ, ഡിഡ് യു ചേർത്ത് സബ്ജക്റ്റ് വെർബ് മാത്രം മാറ്റിയാൽ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇത് വാങ്ങിയത് എന്ന് ചോദിക്കുന്നത് ഫോർ ഹും ഡിഡ് യു ബൈ ഇറ്റ്. ഇത് മാത്രം പഠിച്ചു വെച്ചതിന് ശേഷം നമ്മൾ കുറെ സബ്ജക്റ്റ് പഠിച്ചാൽ മതിയാവും നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ, ഈ കാര്യങ്ങൾ സംസാരിക്കുവാൻ. അതുപോലെ തന്നെ എവിടെ നിന്നാണ് നിങ്ങൾ വന്നത് എന്ന് ചോദിക്കണം. എവിടെ നിന്നാണ് നിങ്ങൾ വന്നത് എന്ന് ചോദിക്കുന്നതിന് ഈ ഫ്രം ചോദിക്കുക. എവിടെ, വേർ. എവിടെ നിന്ന് എന്നുള്ള വാക്കാണ് ഫ്രം. വേർ എന്ന് പറഞ്ഞാൽ എവിടെ. എവിടെ നിന്നാണ് നിങ്ങൾ വന്നത്? എവിടെ നിന്നാണ് നിങ്ങൾ വന്നത് എന്ന് ചോദിക്കുന്നത് ഫ്രം വേർ ഡിഡ് യു കം? ഫ്രം വേർ ഡിഡ് യു കം? നിങ്ങൾ എവിടെ നിന്നാണ് നിങ്ങൾ വന്നത്. അതുപോലെ എവിടെ നിന്നാണ് നിങ്ങൾ പോയതെന്ന് ചോദിക്കണമല്ലോ, ഈ കമ്മിന്റെ സ്ഥാനത്ത് ഗോയാക്കണം. അതുപോലെ എവിടെ നിന്നാണ് നിങ്ങൾ വാങ്ങിയതെന്നാണെങ്കിലോ ഈ കമ്മിന്റെ ഗോയുടെ സ്ഥാനത്ത് ബൈ ആക്കണം. ഫ്രം വേർ ഡിഡ് യു ബൈ? ഫ്രം വേർ ഡിഡ് യു ഗോ? ഫ്രം വേർ ഡിഡ് യു കം? അങ്ങനെ എവിടെ നിന്നാണ് നിങ്ങൾ വന്നത്. എന്നാൽ ഇതെല്ലാം നമ്മൾ ചോദിച്ചപ്പോൾ ഈ ഡിഡ് ചേർത്ത് ചോദിച്ചു. എന്നാൽ വിൽ യു കം എന്ന് ചോദിച്ചാൽ നിങ്ങൾ വരുമോ? വിൽ യു കം, നിങ്ങൾ വരുമോ? എന്നാ വെൻ, ഈ സമയത്തെ കുറിച്ച് പറയുന്നതിനാണ് നമ്മൾ വെൻ ഉപയോഗിക്കുന്നത്. വെൻ വിൽ യു കം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എപ്പോൾ വരും. ഈ കം എന്നുള്ളത് മാറ്റി വെൻ വിൽ യു ഗോ, നിങ്ങൾ എപ്പോൾ പോകും. വെൻ വിൽ യു ബൈ, നിങ്ങൾ എപ്പോൾ വാങ്ങും. വെൻ വിൽ യു സ്റ്റഡി, നിങ്ങൾ എപ്പോൾ പഠിക്കും. അങ്ങനെ ഓരോന്നും നമുക്ക് ഈ മാറ്റി വെർബ് മാറ്റി ചോദിക്കുവാൻ സാധിക്കും. അതുപോലെ വിൽ യു ബി ഹിയർ? വിൽ യു ബി ഹിയർ എന്ന് ചോദിച്ചാലോ നിങ്ങൾ ഇവിടെ ഉണ്ടാവുമോ എന്ന്. നേരം നമുക്ക് പറയാം ഐ വിൽ ബി ഹിയർ. ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും. എപ്പോൾ? വിതിൻ 10 minutes. I will be here within 10 minutes.
10 മിനിറ്റിനുള്ളിൽ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും. 10 മിനിറ്റിനുള്ളിൽ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും എന്ന് പറയുന്നതിന് അതുപോലെ നമുക്ക് സമയം മാറ്റി പറയാം. ഐ വിൽ ബി ഹിയർ വിതിൻ, നമുക്ക് സമയം മാറ്റി പറയാം. ഐ വിൽ ബി ഹിയർ സൂൺ, ഞാൻ പെട്ടെന്ന് ഇവിടെ ഉണ്ടായിരിക്കും, പറ്റുന്നിടത്തോളം പെട്ടെന്ന് ഇവിടെ ഉണ്ടായിരിക്കും. 10 മിനിറ്റിനുള്ളിൽ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും എന്ന് പറയണേൽ ഐ വിൽ ബി ഹിയർ വിതിൻ 10 മിനിറ്റ്സ്. ഇതിന്റെ സമയം മാറ്റി നമ്മുടെ ആ ഒരു അവസരത്തിനൊത്ത് നമ്മൾ സംസാരിക്കുക. ഇതിന് ഐ ആം ഷുവർ ഓഫ് ഇറ്റ്, എനിക്കത് തീർച്ചയാണ്. ഐ ആം ഷുവർ ഓഫ് ഇറ്റ്, ഐ വിൽ ബി ഹിയർ വിതിൻ 10 മിനിറ്റ്സ്. എനിക്കിത് തീർച്ചയാണ്, ഞാൻ 10 മിനിറ്റിനുള്ളിൽ ഇവിടെ ഉണ്ടായിരിക്കും എന്ന് പറയാം. ഇതുപോലെ ഈ പഠിച്ച കാര്യങ്ങൾ വെച്ച് നിങ്ങളൊന്ന് സംസാരിക്കുവാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. സാധിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഇത് സംസാരിക്കാം. ഓക്കെ, നമ്മൾ ഈ പറയുന്നതല്ലാതെ ഈ പഠിക്കുന്നതെല്ലാം ആരെങ്കിലും പറയാൻ ശ്രമിച്ചു നോക്കുന്നുണ്ടോ? ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കൂ. പറയാൻ ശ്രമിച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ മാറ്റം വരുത്തിയാൽ അല്പം കൂടി പുരോഗതി നമുക്ക് ലഭിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒരു ചെറിയ കമൻ്റ് ഇടുക. നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാം. പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇംഗ്ലീഷ് സാധിക്കുന്നില്ല, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്ന കാര്യം എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. കാരണം നമ്മൾ എത്ര ശരിക്കും നമ്മുടെ മാതൃഭാഷയിലൂടെ ഇംഗ്ലീഷിനെ മാക്സിമം നമ്മൾ മാതൃഭാഷയിലൂടെ ആണ് സംസാരിക്കാൻ പഠിക്കുന്നത് അല്ലേ? എന്നിട്ട് നിങ്ങൾ എന്തേ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു കമൻ്റ് ഇടുന്നില്ല. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്, എനിക്കതിന് ഞാൻ ശ്രമിച്ചു, എനിക്കതിന് സാധിക്കുന്നുണ്ട് എന്ന് ആരും ഒരു അഭിപ്രായം പറഞ്ഞ് കേൾക്കുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുവാൻ നമ്മൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കതിന് സാധിക്കുമോ എന്ന് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ കുട്ടികളെ നമ്മളിപ്പോൾ മുതൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ ശരിക്കും നല്ലതുപോലെ പഠിപ്പിക്കുവാൻ സാധിക്കും. അത് തന്നെയല്ല, അവർ പഠിക്കുന്ന ക്ലാസ്സിൻ്റെ ആ ലെവൽ വെച്ച് നമുക്കവരെ എഴുതുവാനും വായിക്കുവാനും സംസാരിക്കുവാനും നമുക്കവരെ പ്രാപ്തരാക്കിയെടുക്കണം. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് അതിന് സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്ത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഈ നേരത്തെ പറഞ്ഞത് തന്നെ കാരണം 26 അക്ഷരങ്ങളിൽക്കുള്ളിൽ ഉള്ള ഈ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും തന്നെ. ആ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് നമുക്കല്ല നമ്മുടെ കുട്ടികൾക്കിത് സാധിക്കാതെ പോകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ABCDE തൊട്ട് തുടങ്ങി ഇസഡ് വരെ വരുമ്പോഴേക്കും 26 അക്ഷരങ്ങളുണ്ട്. ഈ 26 അക്ഷരങ്ങളിൽ നിന്ന് സ്വരാക്ഷരങ്ങൾക്കായി മാറ്റി വെച്ചിരിക്കുന്ന വെറും 5 അക്ഷരങ്ങളാണ്. AEIOU. ഇത് മാത്രമേ ഉള്ളൂ സ്വരാക്ഷരങ്ങൾ. ഇതിൻ്റെ ഇടയ്ക്കിൽ നിന്നാണ് നമ്മൾ കൂട്ടക്ഷരങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. അന്നേരം നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, പഠിപ്പിക്കേണ്ടത് ഹൗ ടു പ്രൊനൗൺസ് ഇറ്റ്. എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്ന്, അതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണ് എന്നാണ് നമ്മൾ ആദ്യമേ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ബി എന്ന ഒരു അക്ഷരം എടുത്തു. ബി എന്ന അക്ഷരത്തിന് ബ എന്നല്ല അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ന് നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ബ എന്നല്ല, അത് ബായാകണമെങ്കിൽ ബ എന്ന് മാത്രമേ ബിക്ക് പ്രൊനൗൺസിയേഷൻ ഉള്ളൂ. അതിന് ബായാകണമെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ സ്വരാക്ഷരം ഏതെങ്കിലും ഒരെണ്ണം ചേർത്ത് കൊടുക്കണം. അങ്ങനെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ബിയുടെ കൂട്ടത്തിൽ എ ചേർക്കുകയാണെങ്കിൽ ബ എന്നാകും. BA കഴിഞ്ഞ് ടി എന്ന് എഴുതിയാൽ BAT ബാറ്റ് എന്ന് നമ്മൾ അവരെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതെങ്ങനെയാണ് BAT ബാറ്റ് ആയത് എങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അതാണ് നമുക്ക് പറ്റുന്ന കുഴപ്പം. അതുപോലെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. CAT ക്യാറ്റ് എന്ന് കുട്ടികളെ പറഞ്ഞു കൊടുക്കുന്നു. പല പ്രാവശ്യം പറഞ്ഞു മടുത്ത് കഴിയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് CAT ക്യാറ്റ് എന്ന് പറഞ്ഞതല്ലേ, മനസ്സിലായില്ലേ എന്ന് ചോദിക്കും. പക്ഷേ ഈ CAT എങ്ങനെയാണ് ക്യാറ്റ് ആകുന്നത്? സിക്ക് നമ്മൾ പ്രൊനൗൺസിയേഷൻ കൊടുക്കുന്നത് C എന്നല്ലേ പറയുന്നത്. എന്നിട്ടും CAT ക്യാറ്റ് ആകുന്നതിൻ്റെ കാരണം എന്ത് എന്ന് നമ്മൾ ആ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. സിക്ക് ക എന്നാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. ക പ്ലസ് ആ എന്ന് പ്രൊനൗൺസിയേഷൻ വരണമെങ്കിൽ എ ചേർക്കണം. ക പ്ലസ് ആ, കാറ്റ്. നമ്മൾ ക്യാറ്റ് എന്ന് പറയുന്നുവെങ്കിൽ കാറ്റ്.
കാറ്റ്സ് എന്നാണ് ഇംഗ്ലീഷിൽ അത് പ്രൊനൗൺസ് ചെയ്യുന്നത്, കാറ്റ്സ്. അതുപോലെ തന്നെ നമ്മൾ പറയുകയാണ് BAT ബാറ്റ്. ഈ ബിയുടെ കൂട്ടത്തിൽ ബി എന്ന് പറഞ്ഞാൽ ബായ് ആണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ എന്തിനാ ഈ എ എന്തിനാ? BAT ബാറ്റ് എന്ന് പറയുന്നത്. BAT ബാറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ബ പ്ലസ് എ ബ ആകുന്നത് അപ്പോഴാണ്. അതാണ് നമുക്ക് ഈ പ്രൊനൗൺസിയേഷൻ കുട്ടികൾക്ക് കിട്ടാതെ പോകുന്നതിൻ്റെ കാരണം. ആ കാരണം കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് പ്രൊനൗൺസിയേഷൻ കിട്ടുള്ളൂ. പക്ഷേ ഈ സിക്ക് CE ചേർക്കുമ്പോൾ സേ എന്ന് അർത്ഥം വരുന്നതില്ലേ? കാരണം ഈക്ക് എ എന്ന പ്രൊനൗൺസിയേഷൻ കൂടി ഉണ്ട്. അതും കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. CE സെലിബ്രേഷൻ എന്നാണെങ്കിൽ CE അല്ലേ, ഈക്ക് എയുടെ പ്രൊനൗൺസിയേഷനും വന്നു, ഈയുടെ പ്രൊനൗൺസിയേഷൻ വന്നു. ഇങ്ങനെ കുട്ടികളെ നമുക്ക് പ്രൊനൗൺസിയേഷനും കൂടി പഠിപ്പിച്ചിട്ട് കുട്ടികളോട് വായിക്കുകയും എഴുതുകയും ചെയ്യാൻ പറയുകയാണെങ്കിൽ അവർ പ്രൊനൗൺസിയേഷൻ വെച്ച് അവർ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതുകയും തെറ്റുകൂടാതെ വായിക്കുകയും, അതുപോലെ നമ്മൾ ഇപ്പോൾ ശ്രമിക്കുന്നത് അവരുടെ ചെറുപ്പം മുതൽ അവർ ശ്രമിച്ച് സംസാരിക്കുവാനും കൂടി അവർ പ്രാപ്തരാകും. അതിനുവേണ്ടി നമുക്ക് കുട്ടികളെ സഹായിക്കുന്നതോടൊപ്പം നമുക്കും സ്വയം ഒന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ ഈ പുതിയ ഒരു ഐഡിയ എങ്ങനെയുണ്ട്? ഈ രീതിയിൽ പോയാൽ നമ്മുടെ കുട്ടികളെ കൂടി നമുക്ക് കുറച്ചുകൂടി ഒന്ന് മേക്കപ്പ് ചെയ്തെടുത്ത് കൊണ്ടുവരാമല്ലേ ഇപ്പോൾ മുതൽ. Okay, let's try our level best to take our children along with us. Okay, let's wait for their let's try to get our with our progress. നമ്മുടെ പ്രോഗ്രസ്സിനോടൊപ്പം നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രസ് കൂടി നമുക്ക് അതിനു വേണ്ടി കൂടി നമുക്കൊന്ന് ശ്രമിക്കാം. Okay, let's wait for the next class with more ideas and details. Okay, see you in the next video with the new classes and more opinions about you. Okay, goodbye till we meet again in the next class. Bye.